ഇതൊന്ന് തുറന്ന് നോക്കാം. എന്താ ഒരു മണമുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു അടിപൊളി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചപ്പാത്തി നൂഡിൽസാണ്. മിക്കവാറും നമ്മുടെ വീടുകളിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2-3 ഒക്കെ ബാക്കി വരില്ലേ? അങ്ങനെയുള്ള സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. ചായക്കോ ഈവനിങ് സ്നാക്കോ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രമേ ഞാൻ എണ്ണ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളി, ഒരു 3 അല്ലി ഉണ്ട് കേട്ടോ. 3 അല്ലി വെളുത്തുള്ളി, ഒരു ഒനിയൻ ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 3 പച്ചമുളകും. ഇത് ഇത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ ചപ്പാത്തി നൂഡിൽസ് ഒരു സൂപ്പർ ഐറ്റമാണ്. നമ്മൾക്കിത് ചപ്പാത്തി ഒന്നും അറിയില്ല, നല്ലൊരു ടേസ്റ്റി ഡിഷ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, അപ്പോൾ വേഗം സോട്ടാവും. ഇതിതാ നന്നായി ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. ഇതാപ്പോൾ സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടൊമാറ്റോ, നന്നായി പഴുത്ത ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായി പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടും. ഇനി അതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റണം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നന്നായി മാഷ് ചെയ്ത് അതിലേക്ക് യോജിപ്പിക്കാം. മാഷ് ചെയ്ത് യോജിപ്പിക്കുമ്പോഴാണ് നമുക്കിതിന് ഒരു ഗ്രേവിയൊക്കെ ഉള്ളൊരു ഫീലിംഗ് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം പഴുക്കാത്ത തക്കാളിയാണെങ്കിൽ ഒന്ന് പ്യൂരി ആക്കിയിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ലോണം ചില്ലി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്തിരി എരിവൊക്കെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ആവുള്ളൂ. ഒരു 1/2 ടീസ്പൂണോളം വെജിറ്റബിൾ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ബീൻസോ ഒക്കെ വേണമെന്നുള്ളവർക്ക് ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് വേണമെങ്കിൽ അതും ഇടാം. ഞാൻ ഇന്ന് ഇതൊന്നും ഇടുന്നില്ല. ഇനി കുറച്ച് ഗ്രീനും യെല്ലോവും റെഡും കൂടിയുള്ള ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ഇതിലിടുന്നത് കേട്ടോ. അപ്പോൾ ആ ചപ്പാത്തി നൂഡിൽസ് എന്ന് പറയുമ്പോൾ നൂഡിൽസിനെമാരി ഈ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ആ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. നിങ്ങൾക്ക് ചില്ലി പേസ്റ്റിന് പകരം വേണമെങ്കിൽ ചില്ലി പൗഡർ ഇടാം കേട്ടോ. ഇനി കണ്ടോ, നീളത്തിലാണ് ഞാൻ ചപ്പാത്തി കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. ചപ്പാത്തി രണ്ടാമത് ഞാൻ ഉണ്ടാക്കി വെച്ചത് ചൂടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ടുള്ള ചൂടായാൽ മതി. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ ഇതിലൊരു 5 ചപ്പാത്തി, ചെറിയൊരു 5 ചപ്പാത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ താഴെ ലിങ്കിൽ കൊടുക്കാം കേട്ടോ. ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കളറും ഫ്ലേവറും ഒക്കെ കിട്ടും. ഞാൻ സാധാരണയായിട്ട് ചില്ലി പൗഡറിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചില്ലി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 2 മിനിറ്റ് അടച്ച് വെക്കണം. അടച്ച് വെക്കുന്നതിന് മുമ്പായി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കാം. എണ്ണ വേണമെന്നുള്ളവർക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ നടുവിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ലോണം അതിലേക്ക് ഫ്ലേവറൊക്കെ എല്ലാറ്റിലും യോജിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിടാം കേട്ടോ. ഇനി ഞാൻ സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാക്കാം. കുട്ടികളൊക്കെ അത് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. നമുക്കാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നത്തെ ചപ്പാത്തി നൂഡിൽസും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ റെസിപ്പിയൊക്കെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.